നമസ്കാരം. കേരള പോലീസിനോ CBIക്കോ മറ്റ് അന്വേഷണ സംഘങ്ങൾക്കോ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത രണ്ട് പ്രമാദമായ കേസുകളാണ് നമുക്ക് മുന്നിലുള്ളത്. അതിലൊന്ന് സുകുമാരക്കുറുപ്പാണ്. മറ്റേയാൾ കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡൊമിനിക്സ് കോളേജിലെ 2ാം വർഷ BCom വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ന മരിയ ജെയിംസ് ആണ്. മുക്കൂട്ടുതറ സ്വദേശിനിയായ ജസ്നയെ കാണാതായിട്ട് ഈ മാസം 22-ന് 8 വർഷം തികയാണ്. 2018 മാർച്ച് 22-നാണ് ജസ്നയെ കാണാതാകുന്നത്. വീട്ടിൽ നിന്നും കോളേജിലേക്കെന്ന് പറഞ്ഞ് പോയ ജസ്നയെയാണ് കാണാതായത്. പിന്നീട് അന്വേഷണങ്ങളുടെ ഒരു തുടർ പരമ്പരയായിരുന്നു. നിരവധി അന്വേഷണ സംഘങ്ങൾ, ലോക്കൽ പോലീസ്, ക്രൈംബ്രാഞ്ച്, ഏറ്റവും ഒടുവിൽ CBIയും ഏറ്റവും അവസാനം മുട്ടുമടക്കി തങ്ങൾക്ക് ഈ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നാൽ ജസ്ന മരിയ ജെയിംസിൻ്റെ അച്ഛൻ ജെയിംസ് ജോസഫ് നൽകിയ ഒരു ഹർജിയിൽ, തിരുവനന്തപുരം CJM കോടതിയിൽ നൽകിയ ഹർജിയിൽ, ഈ തുടരന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ CBIക്ക് തീരുമാനമെടുക്കാൻ അവസരം കൊടുത്തു. ഇപ്പോഴിതാ വീണ്ടും CBI വരുന്നു. ജസ്ന മരിയ ജെയിംസിനെ കുറിച്ച് എവിടെയെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ അന്ന് ഞങ്ങൾ അന്വേഷണം പുനരാരംഭിക്കാം എന്നാണ് CBI കോടതിയെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ എരുമേലിയിൽ സർക്കാർ ഗസ്റ്റ് ഹൗസിൽ CBIയുടെ ക്യാമ്പ് ഓഫീസ് തുറന്നിരിക്കുകയാണ്. അതോടൊപ്പം ജസ്ന മരിയ ജെയിംസ് തിരോധാന കേസ് വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. വളരെ ദുരൂഹമായ ഒരു കേസായിരുന്നു ജസ്നയുടേത്. 2018 മാർച്ച് 22-ന് കോളേജിലേക്കെന്നും പിന്നീട് അവിടെ നിന്ന് മുണ്ടക്കയത്ത് പുഞ്ചവയലിലുള്ള അപ്പച്ചിയുടെ, അതായത് പിതാവിൻ്റെ സഹോദരിയുടെ വീട്ടിലേക്കെന്നും പറഞ്ഞു പോയ ജസ്നയാണ് കാണാതായത്. ജസ്നയുടെ കൈവശം ഉണ്ടായിരുന്നത് ഒരു കീപാഡുള്ള ഫോൺ മാത്രമാണ്. ആകെപ്പാടെ ഈ കുട്ടിയെ തിരിച്ചറിയാനുള്ള അടയാളം ഒന്ന് ആ കുട്ടിയുടെ കണ്ണടയും മറ്റൊന്ന് പല്ലിൽ ഇട്ടിരുന്ന കമ്പിയുമാണ്. ജസ്നയെ കാണാനില്ല എന്നുള്ള വിവരം പിതാവ് പോലീസിൽ അറിയിക്കുന്നു. തൊട്ടു പിന്നാലെ പത്രസമ്മേളനം വിളിച്ച് തൻ്റെ മകളുടെ തിരോധാനം അന്വേഷിക്കണം എന്നാവശ്യപ്പെടുന്നു. ഇതിന് പിന്നാലെ ലോക്കൽ പോലീസ് ഈ കേസ് ഏറ്റെടുക്കുന്നു. പിന്നീട് തിരുവല്ല DYSP ആയിരുന്ന R ചന്ദ്രശേഖരപിള്ളയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇതിനിടെ ധാരാളം കിംവദന്തികൾ പ്രചരിച്ചു. ജസ്നയെ പലപ്പോഴും പല സ്ഥലത്തും വെച്ച് കണ്ടിട്ടുള്ളതായി കഥകൾ പരന്നു. ഇവിടേക്കെല്ലാം പോലീസ് ഓടിയെത്തുകയും ചെയ്തു. ജസ്നയെ കണ്ടവർ നിരവധിയാണ്. ഈ കണ്ടു എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എന്നാൽ ഈ കുട്ടിയെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചില്ല. ഒരുപാട് അസത്യങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടു. ഒരുപാട് കെട്ടുകഥകൾ സമൂഹത്തിൽ നിറഞ്ഞു. ജസ്ന മരിയ ജെയിംസ് ഗർഭിണിയാണെന്നും അതിനുള്ള ചികിത്സ തേടിയുമെന്നുമാണ് ഒരു മാധ്യമം കൊടുത്ത വാർത്ത. പിന്നീട് വന്നത് ബാംഗ്ലൂർ മടിവാളയിലുള്ള ആശ്രയഭവനിൽ ജസ്നയെ കണ്ടെത്തിയെന്നായിരുന്നു. ഈ വാർത്ത മാധ്യമങ്ങൾക്ക് കൊടുത്തത് പത്തനംതിട്ട MP ആയിരുന്ന ആൻറ്റോ ആൻ്റണി ആയിരുന്നു. പിന്നീട് വന്ന ഒരു വാർത്ത, ജസ്ന തൻ്റെ സുഹൃത്തുമൊത്ത് ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ വാഹനാപകടം ഉണ്ടാവുകയും ബംഗളൂരുവിലെ നിംഹാൻസിൽ ചികിത്സ തേടുകയും ആ ചികിത്സ കഴിഞ്ഞ് രോഗം ഭേദമായി അവർ മൈസൂരിലേക്ക് പോവുകയും ചെയ്തുവെന്നാണ്. ഈ രണ്ട് സ്ഥലത്തും കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘം ചെന്നു. ആശ്രയഭവനിൽ അങ്ങനെ ഒരു CCTV ദൃശ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിംഹാസിലെയും CCTV ദൃശ്യങ്ങൾ അരിച്ചുപെറുക്കി പരിശോധിച്ചു, അവിടെയും കിട്ടിയില്ല. മലപ്പുറം കോട്ടക്കുന്നിലെ ഒരു പാർക്കിൽ ജസ്നയെ കണ്ടതായിട്ട് പറഞ്ഞു. ചെന്നൈയിലെ ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്ന് ഫോൺ വിളിക്കുന്നതായിട്ട് പറഞ്ഞു. ബംഗളൂരുവിലെ ഇൻഡസ്ട്രിയൽ ഏരിയയായ ജിഗ്നിയിൽ ജസ്നയെ കണ്ടതായിട്ടാണ് ഏറ്റവും അവസാനം വന്ന വിശ്വസനീയമായ ഒരു വാർത്ത. ഈ വാർത്ത പുറത്തുവിട്ടത് മറുനാടൻ മലയാളിയായിരുന്നു. കാരണം അവിടെ ചായക്കട നടത്തുന്ന ഒരാൾ, അദ്ദേഹം CCTVയിൽ പതിഞ്ഞ ഒരു പെൺകുട്ടിയുടെ ദൃശ്യം ഇത് ജസ്നയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് മറുനാടൻ്റെ പ്രതിനിധിക്ക് കൈമാറുകയായിരുന്നു. മറുനാടൻ ഈ വാർത്ത നൽകിയതിന് പിന്നാലെ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ഈ ജിഗ്നി എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ സമീപമെത്തി. ഈ പറയുന്ന ചായക്കടയിൽ 3 ദിവസം അവർ സ്റ്റേ ചെയ്ത് ഈ ചായക്കടയിൽ ഇരുന്നു കൊണ്ട് തന്നെ പരിശോധന നടത്തി. ഈ 3 ദിവസവും ഈ പെൺകുട്ടി ആ വഴി വന്നില്ല. ഈ പെൺകുട്ടിയുടെ പല്ലിലെ കമ്പിയും കണ്ണടയും ചുരുണ്ട മുടിയുമൊക്കെയാണ് ഈ ചായക്കടക്കാരനെ ജസ്നയാണെന്ന് തെറ്റിദ്ധരിക്കാൻ പ്രേരിപ്പിച്ചത്. പക്ഷേ ഈ CCTV ദൃശ്യങ്ങളിൽ കണ്ട ആ പെൺകുട്ടിക്ക് ജസ്നയുമായി വളരെയധികം സാമ്യമുണ്ടായിരുന്നു. ക്രൈംബ്രാഞ്ച് സംഘം അവിടെ താമസിച്ച് 3 ദിവസം അന്വേഷിച്ചെങ്കിലും അങ്ങനെ ഒരു കുട്ടി ആ വഴി വന്നില്ല. എന്നാൽ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം മതിയാക്കി അവിടുന്ന് മടങ്ങിയതിൻ്റെ പിറ്റേന്ന് തൊട്ട് വീണ്ടും ഈ കുട്ടിയെ ഇവിടെ കാണുകയുണ്ടായി. വിശദമായി നടത്തിയ അന്വേഷണത്തിൽ ഇത് കണ്ണടയില്ല, ആ കുട്ടിക്ക് കണ്ണടയില്ലെന്നും പല്ലിൽ കമ്പി ഇട്ടിരുന്നില്ലെന്നും ഉള്ള കാര്യം വ്യക്തമായി. അതോടുകൂടി ആ പ്രതീക്ഷയും അവസാനിച്ചു.
ജസ്ന ജെയിംസിനെ ആരെങ്കിലും കൊലപ്പെടുത്തിയിരിക്കാം എന്നുള്ള നിഗമനത്തിൽ പരുന്തുംപാറയും പീരുമേടുമുള്ള മുഴുവൻ കൊക്കകളും പോലീസ് അരിച്ചുപറക്കി. ശബരിമല വനത്തിൽ മുഴുവൻ തെരച്ചിൽ നടത്തി. ഈ കുട്ടിയെ എവിടെയെങ്കിലും കൊന്ന് കുഴിച്ചു മൂടിയിരിക്കാം എന്നുള്ള സംശയമായിരുന്നു ഈ അന്വേഷണത്തിനെല്ലാം പിന്നിൽ. എന്നാൽ ജസ്നയെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ഒരു തിയറിയിലാണ് ഏറ്റവും അവസാനം ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും CBI സംഘവും എത്തിച്ചേർന്നത്. എന്നാൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന യാതൊരു തെളിവും ഇവർക്കാർക്കും തന്നെ ലഭിച്ചില്ല. ഇതിനിടെ ജസ്നയെ മസ്കറ്റ് എയർപോർട്ടിൽ കണ്ടതായിട്ടുള്ള വിവരങ്ങൾ വരെ ഉണ്ടായിരുന്നു. ഈ കുട്ടി എങ്ങോട്ട് പോയി എന്നത് സംബന്ധിച്ച് യാതൊരു സൂചനകളും ലഭിച്ചിട്ടില്ല. ഏറ്റവും അവസാനമായിട്ട് കുട്ടിയെ ഒരു ബസ്സിൻ്റെ മുന്നിലെ സീറ്റിലിരിക്കുന്നതായിട്ട് മുണ്ടക്കയം ബസ് സ്റ്റാൻഡിലെ ഒരു കടയിൽ നിന്ന് കാണുകയുണ്ടായി. എന്നാൽ ആ വിവരവും സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘം മടിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ജസ്നയുടെ പിതാവും സഹോദരനും ഒക്കെ ആ വിവരം നിഷേധിച്ചു. അത് ജസ്ന അല്ല എന്നായിരുന്നു അവരുടെ ഒരു വാദം. ജസ്നയുടെ തിരോധാനത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സഹോദരനും പിതാവും ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് അങ്ങനെ ഒരു ആവശ്യം അനുവദിച്ചു കൊടുത്തത്. CBI വന്നതോടെ എന്തെങ്കിലും തുമ്പുണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച് നിർത്തിയതിൽ നിന്ന് ഒരു തരി പോലും മുന്നോട്ട് പോകാൻ CBIക്കും കഴിഞ്ഞില്ല. ഈ കുട്ടി എങ്ങനെ അപ്രത്യക്ഷമായി, എവിടേക്ക് പോയി, ആർക്കൊപ്പം പോയി എന്നുള്ളത് ഇന്നും ഒരു പ്രഹേളികയായി തുടരുകയാണ്. എന്നാൽ ക്രൈംബ്രാഞ്ചിൻ്റെ ഒറ്റ വാചകത്തിലാണ് ഇപ്പോൾ പ്രതീക്ഷ വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജസ്നയുടെ പിതാവ് ജെയിംസ് നൽകിയ ഹർജിയിൽ CBI നൽകിയ ഒരു സത്യവാങ്മൂലം എപ്പോഴെങ്കിലും ഈ കുട്ടിയെക്കുറിച്ച്, ഇതിൻ്റെ തിരോധാനത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ അന്ന് ഞങ്ങൾ ഈ കേസ് പുനരന്വേഷിക്കും എന്നുള്ളതായിരുന്നു. ഇപ്പോഴിതാ പുനരന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. മാർച്ച് 9, 10 തീയതികളിലായിട്ടാണ് എരുമേലിയിലെ ഗസ്റ്റ് ഹൗസ് CBI സംഘം ഞങ്ങളുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ CBIയുടെ 2ാം ഘട്ട അന്വേഷണം ആരംഭിക്കുകയാണ്. വളരെയേറെ പ്രതീക്ഷയാണ് ജസ്നയുടെ പിതാവിനും സഹോദരനും ഒക്കെ ഉള്ളത്. കാരണം CBI പറഞ്ഞിരുന്ന ആ ഒരൊറ്റ വാചകം, അതിനെ അടിസ്ഥാനമാക്കി വീണ്ടും അന്വേഷണം തുടങ്ങുമ്പോൾ ജസ്ന ഇവിടെ എവിടെയോ ഉണ്ട്, ജസ്ന നമ്മളിലൊരാളായി എവിടെയോ ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം ബലപ്പെടുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ജസ്നയെ കണ്ടെത്താൻ ഈ അന്വേഷണ സംഘത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ ഈ നീണ്ട 8 വർഷങ്ങൾ ഒരു തരി തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ഈ പെൺകുട്ടി എവിടെ പോയിരുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു ചോദ്യമായി തന്നെ തുടരുന്നു. ജസ്ന ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ ഒരു കീപാഡ് മൊബൈൽ ഫോണാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ഫോണിലേക്ക് വന്ന കോളുകളും തലേന്ന് വന്ന കോളുകളും അതിന് ഒരാഴ്ച മുമ്പ് വന്ന കോളുകളും ഒക്കെ പരിശോധിച്ചിരുന്നു. തിരുവല്ല DYSP ആയിരുന്ന R ചന്ദ്രശേഖരപിള്ള നടത്തിയ അന്വേഷണത്തിൽ ജസ്നയ്ക്ക് മറ്റൊരു ഫോൺ ഉള്ളതായി സംശയമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഒരു സൈബർ ടീമിനെ തന്നെ നിയോഗിച്ച് റാന്നി കേന്ദ്രീകരിച്ച് 2 ലക്ഷത്തോളം കോളുകൾ ആ സമയത്ത് പരിശോധിക്കുകയുണ്ടായി. ജസ്നയുടെ തിരോധാനത്തിന് മാസങ്ങൾക്ക് മുമ്പുള്ള കോളുകൾ പിന്നിലേക്കാണ് പരിശോധിച്ചത്. പക്ഷേ അന്ന് അവർക്ക് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ശബരിമല മണ്ഡല മകരവിളക്ക് കാലമായതിനാൽ എരുമേലി കേന്ദ്രീകരിച്ച് ലക്ഷക്കണക്കിന് ഫോണുകളാണ് ഉണ്ടായിരുന്നത്. ഇവയെല്ലാം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവസാനം 2ഓ 3ഓ നമ്പറുകളിലേക്ക് എത്തി നടത്തിയ സൈബർ സെല്ലിൻ്റെ കഠിനാധ്വാനവും പക്ഷേ ഫലം കാണുകയുണ്ടായില്ല. അങ്ങനെയാണ് പിന്നീട് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് പോകുന്നത്. ക്രൈംബ്രാഞ്ച് ഹോമിസൈഡ് വിഭാഗമായിരുന്നു അന്ന്, ഹോമിസൈഡ് വിഭാഗമായിരുന്നു അന്ന് ഈ അന്വേഷണം നടത്തിയത്. പക്ഷേ അവർക്കും യാതൊരു സൂചനയും ലഭിച്ചില്ല. നിരവധി ഫോൾസ് കോളുകൾ, തെറ്റായ നിരവധി വിവരങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നു. എന്നാൽ കിട്ടുന്ന വിവരങ്ങൾ ഒന്നും ബാക്കി വയ്ക്കാതെ എല്ലാ സ്ഥലത്തും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ചെന്നു. ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കോൾ പോലും അവർ അതീവ ഗൗരവത്തോടെ കണക്കിലെടുത്തുകൊണ്ട് പരിശോധന നടത്തി. ഒന്നും നടക്കാതെ വന്നപ്പോഴാണ് അവസാനം ജസ്നയുടെ അച്ഛൻ ജെയിംസ് ഹൈക്കോടതിയെ സമീപിച്ച് CBI അന്വേഷണത്തിന് ഉത്തരവ് വാങ്ങിയത്. CBI പക്ഷേ അവസാനം പരാജയം സംബന്ധിച്ച് പിന്മാറുകയായിരുന്നു. ഈ കേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി അവർ കൊടുത്ത അപേക്ഷയ്ക്കെതിരെയായിരുന്നു ജസ്നയുടെ പിതാവിൻ്റെ നിയമ പോരാട്ടം. അങ്ങനെയാണ് അന്ന് വീണ്ടും CBI ഈ കേസ് ഞങ്ങൾ അന്വേഷിക്കും എന്തെങ്കിലും തുമ്പ് കിട്ടിയാൽ. ഇപ്പോൾ ഇതാ CBI സംഘം വീണ്ടും എത്തുകയാണ്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മുക്കൂട്ടുതറയും ഈ കേരളം മുഴുവനും.